ഹായ്, ഇന്നത്തെ വീഡിയോ പോപ്കോൺ ആണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോപ്കോൺ നമുക്ക് വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇനി കുട്ടികൾക്ക് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡ്രൈ കോൺസ് ആണ്. ഇതിപ്പോൾ ചെറിയ വിലയ്ക്ക് തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കുറഞ്ഞ കോൺസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പോപ്കോണും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഇതുപോലൊരു സോസ് പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ചൂടുകട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാം. ഇപ്പോൾ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡ്രൈ കോൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി എണ്ണ കോണിൻ്റെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോണി ഇവിടെ കുറച്ച് കൂടുതൽ പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇത് പൊട്ടി ലാസ്റ്റ് ആകുമ്പോഴത്തേനും 1-2 ഒക്കെ പൊട്ടി വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 1-2 ഒക്കെ പൊട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ പോപ്കോൺ ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.